നിറച്ച് തട്ടുകടകളും അല്ലേ, വെള്ളം കൊടുക്കുന്ന ഇത് ആളും തിരക്കും ഇവിടെയൊക്കെ കാർ പാർക്ക്. ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് NH47 വഴി ഒന്ന് യാത്ര ചെയ്താലോ? വർഷങ്ങൾ പുറമോട്ട് സഞ്ചരിച്ചിരുന്ന യാത്ര ചെയ്താലോ? നിങ്ങളിപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന റോഡ് എന്ന് പറയുന്നത് NH66 ആണ്. ഈ റോഡിൻ്റെ പഴയ പേരാണ് NH47. പണ്ടൊരു സിനിമയൊക്കെ ഉണ്ടല്ലേ, NH47 എന്നൊക്കെ പറഞ്ഞൊരു പടം. അതായത് സുകുമാരക്കുറുപ്പ് അതിൻ്റെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ടൊരു പടത്തിൻ്റെ പേര് അങ്ങനെയാണെന്ന് തോന്നുന്നു. NH47. NH66 പഴയ പേരാണ്, വർഷങ്ങൾക്ക് മുമ്പുള്ള പേരാണ് NH47 എന്ന് പറയുന്നത്. അന്ന് NH47 ആയിരുന്നപ്പോൾ റോഡ് ഇതുവഴിയല്ല പൊയ്ക്കൊണ്ടിരുന്നത്. നമ്മളിപ്പോൾ ആറ്റിങ്ങൽ മാമം ഭാഗത്താണ് നിൽക്കുന്നത്. അന്ന് റോഡ് പൊയ്ക്കൊണ്ടിരുന്നത് ഇതുവഴിയാണ്. പിന്നെ റോഡ് പുതുക്കി പണിഞ്ഞപ്പോഴാണ് ഇതുവഴി റോഡ് വന്നതും പിന്നെ NH66 എന്നൊക്കെ പേര് പുനർനാമകരണം ചെയ്തതും. അപ്പോൾ നമുക്ക് വർഷങ്ങൾ പഴക്കമുള്ള NH4 വഴിയാണ് നമ്മൾ ഇന്നത്തെ യാത്ര. കുറച്ച് ദൂരം വരെ ഉള്ള കേട്ടോ ഈ പഴയ റോഡ്. ഒരുപാട് പേർക്ക് പല നൊസ്റ്റാൾജിയും വരുന്ന റോഡാണ്. ഓക്കെ, ഇവിടെ ഓൾഡ് NH റോഡെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിപ്പോൾ കേരള ബ്ലൂയുടെ കീഴിലാണ് കേട്ടോ ഈ റോഡ്. ഇതിപ്പോൾ നാഷണൽ ഹൈവേ അല്ല, പഴയ നാഷണൽ ഹൈവേ ആണ്. പണ്ട് ആറ്റിങ്ങിൽ നിന്ന് തിരുവനന്തപുരത്തോട്ട് പൊയ്ക്കൊണ്ടിരുന്നത് ഈ ഭാഗത്ത് കൂടിയാണ്. ഇടത് സൈഡ് നല്ല ആഴമുള്ള പ്രദേശമാണ്. ഇപ്പോൾ ഇത് ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ ഒഴിഞ്ഞ പ്രദേശം, സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഭയങ്കര സൈലൻ്റ്, ഒരു ബഹളം ഇല്ലാത്തൊരു സ്ഥലമാണ്. ഒരു കാലത്ത് നല്ല തിരക്കുണ്ടായിരുന്ന, കാരണം തിരുവനന്തപുരത്തേക്ക് പോകുന്ന മെയിൻ റോഡാണ് നാഷണൽ ഹൈവേ 47 എന്ന് പറയുന്ന റോഡായിരുന്നു ഇത്. കേട്ടോ, ഇവിടെയൊക്കെ നിറച്ച് തട്ടുകടകളും അല്ലേ, വെള്ളം കൊടുക്കുന്ന ഇത് ആളും തിരക്കും ഇവിടെയൊക്കെ കാർ പാർക്കിങ് ചെയ്ത് റെസ്റ്റ് ചെയ്യുന്നതും അങ്ങനെ പല ഓർമ്മകൾ പണ്ടുള്ളവർ കാണും. ആ റോഡാണ് നമ്മളിപ്പോൾ മുക്കിക്കൊണ്ടിരിക്കുന്നത്. എന്ത് തിരക്ക് പിടിച്ച റോഡായിരുന്നു അല്ലേ. ആണ് അന്നത്തെ നാഷണൽ ഹൈവേയുടെ വീതി ഇത്രയേ ഉള്ളായിരുന്നു, വളരെ ചെറിയ റോഡാണ്. കുറച്ച് ഒരു 1.5 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ NH66 ഭാഗത്തും ഇതേപോലെ റോഡ് സൈഡ് മരങ്ങളുണ്ടായിരുന്നു. അപ്പം ഒരു പാതയാക്കുന്നതിൻ്റെ ഭാഗമായ മരങ്ങളൊക്കെ മുറിച്ച് മാറ്റി. പക്ഷെ ആ ഒരു ഫീൽ കിട്ടണമെങ്കിൽ നമ്മൾ ഈ റോഡ് വഴി വന്നാൽ മതി. ഈ റോഡിൻ്റെ 2 സൈഡും നല്ല മരങ്ങളുണ്ട്, അതേപോലെ നല്ല സുഗന്ധം പരത്തുന്ന വേസ്റ്റുകളുണ്ട്. അപ്പോൾ പഴയ NH47 എന്ന് പറയുന്നത് വേസ്റ്റ് ഇടാനുള്ള ഒരു സ്ഥലമാണ്. എൻ്റെ ഇവിടെ മൊത്തം വേസ്റ്റാണ് കേട്ടോ. നമ്മളെ പുതിയ NH66 അതുവഴിയാണ് കേട്ടോ, മേടുവഴിയാണ് പോകുന്നത്. ഇനി ആറൂരി പാത വരുമ്പോൾ പുതിയ റോഡ് ഇതുവഴിയാണ് കേട്ടോ വരുന്നത്. ഇതുവഴിയാണ് നേരെ ആറ്റിങ്ങൽ ബൈപ്പാസിലേക്ക് കയറുന്നത്, ഇതുവഴിയാണ് കേട്ടോ. ഇവിടെ പണിയൊന്നും തുടങ്ങിയിട്ടില്ല, വർക്കൊന്നും തുടങ്ങിയിട്ടില്ല. ഇവിടെയൊക്കെ നല്ല രീതിയിൽ വർക്ക് വേണ്ടി വരുന്നതാണ്. മണ്ണിട്ട് ഉയർത്തണം, അതാണ് കൂടെയാണ് കേട്ടോ NH66 പോകുന്നത്. പക്ഷെ പുതിയ ആറൂരി പാത പോകുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെ. ഇപ്പം നമ്മളിപ്പം പോകുന്നത് വർഷങ്ങൾ പഴക്കമുള്ള പഴയ NH47 കൂടിയാണ്. പഴയ സിനിമകൾ വരുന്ന റോഡാണ്. പക്ഷേ ഇതുവഴി നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ നല്ല നാറ്റമാണ് കേട്ടോ. എന്തൊരു നാറ്റം. അങ്ങനെ നമ്മൾ പഴയ റോഡിൽ കൂടെ പോകണം. എന്തോരം ചെറിയ റോഡാണ്. ഇതുവഴിയാണ് പഴയ നാഷണൽ ഹൈവേ എന്ന് പറയുന്നത്. ഇത്ര ചെറിയ റോഡായിരുന്നു. അതിൻ്റെ തൊട്ടടുത്തൂടെയാണ് പുതിയ പാലം വന്നിരിക്കുന്നത്. ഇനി ഇതുവഴി ആറൂരി പാതയുടെ പാലമാണ് വരാൻ പോകുന്നത്. വാവ്, അപ്പോഴും 3 ഓർമ്മകൾ കാണും അല്ലേ. 3 റോഡിൻ്റെ ഓർമ്മകൾ. ഒന്ന് NH47 പഴയ റോഡിൻ്റെ പാലം, പിന്നൊരു NH66 2 പാതയുടെ റോഡ് പാലം, പിന്നെ അതേപോലെ ഇനിയിപ്പം ഇതുവഴി NH66 6 പാതയുടെ പാലം. അങ്ങനെ 3 പാലങ്ങൾ, പഴയ 3 ജനറേഷൻ പാലങ്ങൾ കാണുന്നൊരു സ്ഥലമായിട്ട് മാറും കേട്ടോ ഈ മാമം പാലത്തിൻ്റെ അവിടെ. എന്തായാലും ഇത് ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഈ NH47 വഴിയുള്ള യാത്രയിലെ അനുഭവങ്ങൾ, പഴയ രസകരമായ അനുഭവങ്ങൾ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.